ജസ്റ്റി, നീ എന്താണ് ഈ കാണിക്കുന്നേ? കുടിച്ചും വലിച്ചും ചാവാനാണോ നിന്റെ പ്ലാൻ? ഞാൻ ചത്താലും ചത്തില്ലെങ്കിലും ഇവിടെയുള്ളവർക്ക് എന്താ? എന്നെ ഒന്ന് ശല്യപ്പെടുത്താതെ നിങ്ങളൊക്കെ ഒന്ന് പോയി തരുമോ? കുറച്ചു നേരം ഒന്ന് മനസമാധാനത്തോടെ ഇരുന്നോട്ടെ. ഓ, ഇപ്പൊ ഞങ്ങളാണോ സമാധാനം തരാത്തത്? ഏതോ ഒരുത്തൻ എവിടുന്നോ ഒരുത്തൻ വന്ന് കത്തെഴുതി വെച്ചു, അതാണോ നിന്റെ പ്രശ്നം? അതിനാണോ നീ കുടിച്ചു ചാവുന്നേ? അവന് വേണ്ടി ചാവാൻ എനിക്ക് പ്രാന്തൊന്നുമില്ല. ഉണ്ടായിരുന്നു പണ്ട്, അതൊക്കെ അവിടെ വെച്ച് അവസാനിച്ചു. അവനൊരു മരണം ഉണ്ടെങ്കിൽ അത് ഈ ജസ്റ്റിയുടെ കൈകൊണ്ടാ. എന്റെ ശരീരത്തില് അവസാന ശ്വാസം വരെ അതിനുവേണ്ടി മാത്രമേ ഈ ജസ്റ്റി ശ്രമിക്കുള്ളൂ. മനസ്സിലായോ? പക്ഷെ എന്നാലും എവിടേക്കോ എന്തൊക്കെയോ നമ്മൾ ചെയ്യുന്നത് തെറ്റല്ലേ എന്നൊരു തോന്നല്. അതുകൊണ്ടാ, അത് കളയാൻ വേണ്ടിയാ ഞാൻ ഈ കാണിക്കുന്നതൊക്കെ. ആരോ മനസ്സിൽ നിന്ന് പറയുന്ന പോലെ അവന്റെ ഭാഗത്ത് തെറ്റില്ലാന്ന്. പക്ഷെ അത് വിശ്വസിക്കാനും പറ്റുന്നില്ല. ജസ്റ്റി, ഈ ലോകത്ത് ഓരോരുത്തർക്കും ഓരോരുടേതായ ശരിയും തെറ്റും ഉണ്ട്. നമുക്ക് ശരിയെന്ന് തോന്നിയ വഴിയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ആൽവിക്ക് ശരിയെന്ന് തോന്നിയ വഴിയിലൂടെ അവ സഞ്ചരിക്കുന്നു. പക്ഷെ ആ വഴി നമുക്ക് തെറ്റായിരിക്കാം. ചിലപ്പോൾ ആൽവിയുടെ കണ്ണിൽ നമ്മൾ സഞ്ചരിക്കുന്ന വഴി തെറ്റായിരിക്കാം. ഓരോരുത്തർക്കും അവരുടേതായ അഭിപ്രായങ്ങളും ഓരോന്നിനും ഓരോ കാര്യങ്ങളുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ സഞ്ചരിക്കുന്ന വഴി തന്നെയാണ് ശരി. അവൻ നമ്മളോട് ചെയ്ത തെറ്റിന് ഒരിക്കലും അവന് മാപ്പില്ല. ഇത് മാത്രമേ നമുക്ക് അവന് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ആമിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ല ജിത്തുവേട്ട, ഇവിടെ ആൽവിയ ശരി, നിങ്ങളാണ് തെറ്റ്. നമ്മുടെ മഹാത്മാഗാന്ധി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ് സത്യം, വാട്ട് ഈസ് ട്രൂത്ത് എന്നതിനെ കുറിച്ച്. അദ്ദേഹം പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, വാട്ട് വൺ പേഴ്സൺ ഫീൽസ് ആൻഡ് നോസ് ഇസ് ദ ട്രൂത്ത്. അതായത് ഒരു മനുഷ്യന് തോന്നുന്നതും സത്യമാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നതും കാണുന്നതുമായ കാര്യങ്ങളാണ് സത്യം എന്ന് പറയുന്നത്. പക്ഷേ ആ കോൺസെപ്റ്റിൽ ഒരു തെറ്റുണ്ട്. എന്താണെന്നറിയോ? ചിലപ്പോൾ നമ്മുടെ കോൺഷ്യസ് മൈൻഡ്, പിന്നെ നമ്മുടെ കണ്ണുകൾ, നമ്മുടെ കാതുകൾ എല്ലാം നമ്മളെ ചതിച്ചേക്കാം. ആൽവി, അതിന് ശേഷം എന്താ സംഭവിച്ചതെന്ന് പറയോ? എനിക്കത് അറിയാണ്ടൊരു ഇരിക്കപ്പുറതി കിട്ടുന്നില്ല. അത്രയ്ക്ക് ഇൻട്രസ്റ്റ് കാണിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ലിസ. ഇത് അത്രയ്ക്ക് വലിയ കഥയൊന്നുമല്ല. എ സ്മോൾ റൊമാൻസ് ഫുൾ ഓഫ് സാഡ്നെസ്. കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ, അതിനിടയിലെ പിണക്കങ്ങൾ, അത് വലുതാവുന്നതും അടിയാവുന്നതും, പിന്നെ നടന്ന ആ കാര്യം, അതിനുശേഷം ഞങ്ങളുടെ ജീവിതം തലകുത്തനെ മറഞ്ഞത്, എല്ലാം മൊത്തത്തിൽ ഒരു സാഡ് സ്റ്റോറിയാണ്. അല്ല, ഈ ആൽവിക്ക് ഫുഡൊന്നും വേണ്ടേ? പോയിട്ട് കുറെ നേരമായല്ലോ. ഇവനിത് എവിടെ പോയതാ? അവൻ പോകുന്ന കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടല്ലേ പോയെ? എവിടെയാ പോകുന്നതെന്ന് പറഞ്ഞില്ലേ? ഇല്ലാന്നേ, പറഞ്ഞില്ല. ഞങ്ങളോടൊന്നും പറഞ്ഞില്ല. ഞാൻ ഇപ്പൊ വരാം, നിങ്ങൾ ക്യാൻറ്റീനിൽ പോയി കഴിച്ചോ എന്ന് പറഞ്ഞ ഒറ്റ ഓട്ടവാ. എങ്ങോട്ടാ പോയെന്ന് കർത്താവിനറിയാം. ആൽവി പോയതൊക്കെ, കിരൺ എവിടെ പോയി? അവനെയും കാണുന്നില്ലല്ലോ. അത് മിക്കവാറും അവന്റെ ഏട്ടനെ കാണാൻ പോയതായിരിക്കും. ഉറപ്പാ, ഇപ്പൊ നോക്കിക്കോ, ആ ടീമിന്റെ ഒപ്പം കയറി വരും. ഏതായാലും കൊള്ളാം, ഞാൻ കഴിക്കാൻ പോവാ. ഇനി അവന്മാരെപ്പോഴാന്ന് വന്ന വെച്ച് കയറി കഴിച്ചോട്ടെ. അല്ല പിന്നെ. എടോ, താൻ ഇവിടുത്തെ വലിയ ആളൊക്കെ ആയിരിക്കും, പക്ഷെ ആ വെളച്ചിൽ എന്നോട് എടുക്കാൻ നിൽക്കരുത്. ഫുഡിന്റെ അടുത്താണോ ദേഷ്യം കാണിക്കുന്നേ? നീ ഒരു വട്ടം എന്റെ കരണത്തടിച്ചു, ഞാൻ അതിനൊന്നും ചെയ്തില്ല. പക്ഷെ ഇത് ഞാൻ എന്തായാലും വിടാൻ പോകുന്നില്ല. സൂക്ഷിച്ചിരുന്നോ, നിനക്കുള്ള അടുത്ത പണി വരാൻ പോകുന്നുള്ളൂ മോനെ. ഓ ആയിക്കോട്ടെ, താൻ പണിയും കൊണ്ട് ഇങ്ങോട്ട് വാ. കൊറേയായി കാണാൻ തുടങ്ങിയിട്ട്. ഇയാളുടെ തലയ്ക്ക് വല്ല ഓളാണോ? പിടിച്ചോണ്ട് പോടോ.
അതേതായാലും പൊളിച്ചു. ഒരടിയും കൂടി കിട്ടണമായിരുന്നു അവന്. അവന്മാരുടെ പത്തി എന്തായാലും താഴ്ന്നോളും. വലിയ രാജാക്കന്മാരെന്നല്ലായിരുന്നോ വിചാരം. ഏതായാലും മറ്റവൻ കൊള്ളാല്ലേ. നമുക്ക് എന്തായാലും അവനെ ഒന്ന് കയറി പിടിക്കാം. വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ, ഇനി അത് വെച്ച് വേണം അടുത്ത കളി. അല്ല, ഇവന്റെ കൂടെ ഒരുത്തനും കൂടി ഇല്ലേ, നമ്മളൊന്ന് റോട്ടിൽ വെച്ച് തടഞ്ഞു നിർത്തി അവനെ കാണുന്നില്ലല്ലോ. ആ, നമ്മളെ എന്തായാലും അവനെ നന്നായിട്ടറിയാം. ഫ്രണ്ടാണെന്ന് പറയാൻ വിട്ട് കയറി ചെല്ല്, ചെകിടടിച്ച് പൊട്ടിക്കും. അതാലോചിച്ച് പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഈ നിൽക്കുന്ന സാക്ഷാൽ കാർത്തിക്കിന്റെ അനിയൻ കിരൺ ഉണ്ടല്ലോ, അവൻ അവന്റെ ഫ്രണ്ടാന്നാ തോന്നുന്നേ. ആ ഗ്രൂപ്പിന്റെ കൂടെയല്ലേ നടക്കുന്നത്. നമുക്ക് അവനെ കയറി പിടിക്കാടാ. എന്താളിയാ കാർത്തിക് നിന്റെ അഭിപ്രായം? ആ, ഞാൻ അവനോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ. അല്ല, ആ വീഡിയോ എടുത്തില്ലേ, അത് ഗ്രൂപ്പിലേക്ക് അങ്ങിട്. വാട്സപ്പിലെ ഇൻസ്റ്റയിലെ എല്ലാ ഗ്രൂപ്പിലേക്ക് ഇട്, എല്ലാ അവന്മാരും കാണട്ടെ. അത് വേണോ മോനെ കാർത്തിക്? ജസ്റ്റ് ഇതുവരെ ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. അവനെങ്ങാളും ഇറങ്ങിക്കഴിഞ്ഞ നമ്മുടെ പൊടി പോലും ഇവിടെ വെച്ചേക്കുക. അതിനേക്കാളും ഭേദം ഈ വീഡിയോ നമ്മുടെ ഫോണിൽ പ്രൈവറ്റ് ആയിട്ട് ഇരുന്നോട്ടെ. എന്തിനാ അത് നമ്മൾ പരസ്യപ്പെടുത്തുന്നത്? അവ മൂക്കേ വലിച്ച് കയറ്റത്തൊന്നുമില്ല. എന്റെ ദൈവമേ, ഇങ്ങനൊരു പേടി. മിണ്ടാതിരിക്കും. ഞാൻ എന്തായാലും എല്ലാ ഗ്രൂപ്പിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അവന്മാര് കണ്ടിട്ട് തല്ലാൻ വരട്ടെ, ബാക്കി അപ്പ പറഞ്ഞു കൊടുക്കാം. നോക്കിക്കഴിഞ്ഞെങ്കിൽ അടിയനൊന്ന് മാറിക്കോട്ടെ. ദേ പിള്ളേരൊക്കെ നോക്കുന്നു. മോൻ വായി നോക്കുന്നതല്ലല്ലോ അല്ലേ? ഞാൻ വായി നോക്കിയതൊന്നുമല്ല. ഈ കോട്ട് സ്റ്റെത്തൊക്കെ ഇട്ടപ്പോ കാണാൻ കുറച്ച് ഭംഗിയുണ്ട്. വെറുതെ നോക്കിയെന്നേ ഉള്ളൂ. അങ്ങനെയൊന്നും വിചാരിക്കല്ലേ? ഇല്ലേ, ഞാനൊന്നും വിചാരിക്കണില്ല. അല്ല മോനെ, ഫുഡ് കഴിക്കണ്ടേ? അല്ല, ഇപ്പൊ ഫുഡൊക്കെ കഴിച്ച് എല്ലാരും ക്ലാസ്സിൽ കയറേണ്ട സമയമായി. നിനക്ക് പോകുമൊന്നും വേണ്ടേ? എന്റെ കൂടെ ഇങ്ങനെ ഇരുന്നാ മതിയാ. അയ്യോ, സമയം പോയത് ശ്രദ്ധിച്ചില്ല. അവന്മാർ ഫുഡൊക്കെ കഴിച്ചു കാണും. ഞാനിനി എന്ത് ചെയ്യും? ഞാൻ എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് തന്നെ ഇങ്ങോട്ട് വന്നേ. എന്റെ പുറകെ ചാടിത്തുള്ളി വന്നപ്പോ ഓർക്കണമായിരുന്നു. നീ എന്തായാലും ഇപ്പൊ ചെല്ല്, ക്യാൻറ്റീനിൽ തിരക്ക് കുറഞ്ഞു കാണും. പോയി കഴിച്ചോ, എന്നിട്ട് ക്ലാസ്സിൽ കയറിയാ മതി. കഴിക്കാണ്ടിരിക്കൊന്നും വേണ്ട. ആ, എന്നാ ഞാൻ പോവാണേ. അതെ, ഞാൻ ഇന്റർവെല്ലിന് ഇങ്ങോട്ട് വന്നോട്ടെ. ഈ ഡ്യൂട്ടി എത്ര ദിവസത്തേക്കുണ്ട്? ഇന്റർവെല്ലിന് എന്നെയും തപ്പി നടക്കൊന്നും വേണ്ട. ഞാൻ ഇവിടത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്തെ ബ്ലോക്കിലേക്ക് പോകും. പിന്നെ എന്നെ തപ്പി നടന്ന സമയം കളയണ്ട. അല്ല, നീ എന്റെ പുറകെ നടക്കാൻ തന്നെയാണോ ഉദ്ദേശം? അപ്പൊ നിന്റെ ഫ്രണ്ട്സ് ചോദിച്ചാൽ നീ എന്തു പറയും? അല്ല, എന്റെ പുറകെ ഇങ്ങനെ നടക്കാൻ നമ്മൾ തമ്മിൽ എന്താ ബന്ധം? ഞാൻ ഇന്നലെ നിന്നെ ഹോസ്റ്റലിൽ കൊണ്ടുപോയി ആക്കിയതോ? അതിനാണോ എന്റെ ഈ പുറകെ നടക്കുന്നേ? അത് പിന്നെ നമ്മൾ തമ്മില് ഫ്രണ്ട്സ്. അപ്പൊ ഓക്കെ ആയില്ലേ? ഫ്രണ്ട്സ് ആവുന്നതൊക്കെ കൊള്ളാം. ആരും അറിയാണ്ടിരുന്ന ആ ഭാഗ്യം. ഇന്ന് തന്നെ അവിടെ ഇപ്പൊ എന്തൊക്കെ നടന്നോ ആവോ. മോൻ ചെല്ലിട്ടാ, ഇനിയിപ്പൊ എന്നെയും തപ്പി നടക്കൊന്നും വേണ്ട. അപ്പൊ ഇനി കാണാൻ പറ്റില്ലേ? എന്നതാ കാണാൻ പറ്റില്ലേന്നോ? ഓ, അപ്പൊ എന്നെ കാണാണ്ടിരിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ വൈകുന്നേരം വേണേലൊക്കെ കാണാം. എനിക്ക് ഒരാഴ്ച ഡ്യൂട്ടി ഉണ്ട്. അങ്ങനെയല്ല, വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ഒരാഴ്ച ഉണ്ടല്ലേ? എന്നാ ശരി. അല്ല, ബാക്കിയുള്ളവർ അറിഞ്ഞ എന്താ പ്രശ്നം? നമ്മൾ തമ്മിലുള്ള ബന്ധം ബാക്കിയുള്ളവർ അറിയുന്ന അടുത്ത ദിവസം മോനൊരു റീത്തും മേടിച്ചുകൊണ്ട് ഇവിടെ അടുത്തൊരു ചർച്ച് ഉണ്ട്, സെന്റ് പീറ്റേഴ്സ്. അങ്ങോട്ടേക്ക് വന്നാൽ മതി. എൻ്റെ കുടുംബക്കെല്ലറ അവിടെ, എന്നെ അവിടെ അടക്കുള്ളൂ. ഇതെന്താ ഇവിടെ ആരും ഇല്ലേ? ഇന്ന് ക്ലാസ് ഇല്ലേ? ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയല്ലോ. എവിടെ പോയി കിടക്കുമായിരുന്നു? ഫുഡ് വല്ലതും ഞണ്ണിയോ? ഞാനിപ്പോ കഴിച്ചിട്ടാ ഇങ്ങോട്ട് വന്നേ. അല്ല, ഇവിടെ എന്താ ആരും ഇല്ലാത്തെ? നിങ്ങളെ മാത്രം എന്താ ഇവിടെ ഇരിക്കുന്നേ? ബാക്കിയുള്ളവരൊക്കെ എവിടെ? സാറ് വന്നില്ലേ? സാറ് ലീവാ, ഫ്രീ പീരീഡാ. എല്ലാരും പുറത്തിറങ്ങി പോയതാ. നമുക്ക് പിന്നെ പുറത്ത് നടക്കാനുള്ള മൂടൊക്കെ പോയതുകൊണ്ടാ ഇവിടെ വന്നിരിക്കുന്നേ. മൂട് പോവേ? അതിനിപ്പോ എന്നെ ഇവിടെ ഉണ്ടായ? ക്രിസ്റ്റി, എന്നാടാ പറ്റിയേ? അതെ, ഫോണൊന്ന് തുറന്നിട്ടേ വാട്സപ്പോ ഇൻസ്റ്റയിലോ നമ്മുടെ ഗ്രൂപ്പ് ഉണ്ടല്ലോ,
അതിനകത്തൊന്ന് കയറി നോക്ക്, അപ്പ അറിയും എന്താ സംഭവിച്ചതെന്ന്. മോനെ ക്രിസ്റ്റി, നിനക്കിവിടെ മര്യാദയ്ക്ക് പഠിക്കണമെന്ന് യാതൊരു ആഗ്രഹവും ഇല്ലേ? ഞാനൊരു അരമണിക്കൂറല്ലേ മാറി നിന്നുള്ളൂ. ഇനി എന്തൊക്കെ കാണുകയും കേൾക്കുകയും വേണോ എന്തോ. ആൽവി, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന എന്നെ ചൊറിയാൻ വന്നു. എൻ്റെ തല പിടിച്ച് ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന ഫുഡിലേക്ക് പിടിച്ച് മുക്കി. എനിക്ക് ദേഷ്യം വന്നപ്പോൾ ആ ഫുഡ് മുഴുവൻ അയാളുടെ തലയിൽ കൂടി കൂട്ടിയിട്ടു. അത്രേ ഉള്ളൂ. അതിനിപ്പോൾ അയാൾ എന്ത് ചെയ്താലും ഞാൻ തന്നെ ഏറ്റെടുത്തോളാം. പോരെ? ഓ, അങ്ങനെ ഉണ്ടായോ? എന്നിട്ട് അതെന്താ ഈ വീഡിയോയിലില്ലാത്ത? അത് കൊള്ളാം, അങ്ങനെ കിട്ടേണ്ടത് തന്നെയാ കിട്ടിയത്. ആ, ഇനി അത് ചോദിക്കാൻ അയാൾ ഇങ്ങോട്ട് വരട്ടെ, ബാക്കി ഞാൻ അപ്പം പറഞ്ഞു കൊടുത്തോളാം. അല്ല, വന്ന ദിവസം തൊട്ട് ചൊറിഞ്ഞുകൊണ്ട് നിൽക്കുക. അയാൾക്ക് വല്ല നമ്മളെ കാണുമ്പോൾ വല്ല ചൊറിച്ചിലും ഉണ്ടോ? എന്നാലും എൻ്റെ ആദമ്മേ, നിന്നോട് ഞാൻ അപ്പോഴും പറയുമല്ലേ, വെറുതെ ആവശ്യമില്ലാതെ ചൊറിയാൻ പോണ്ടാന്ന്. ഇപ്പൊ അതേ കോളേജിലെ വാട്സപ്പ് ഗ്രൂപ്പ്, ഇൻസ്റ്റയില് എല്ലാത്തിലും നിന്റെ വീഡിയോ പോസ്റ്റ് ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട് കാണാൻ. നാണം കെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ചിരിക്ക്, എല്ലാവരും ഇരുന്ന് ചിരിക്ക്. എല്ലാത്തിനും കൂടി ഒരു ദിവസം ഞാൻ തരുന്നുണ്ട്. അവനെ ഞാൻ വെറുതെ വിടില്ല, നോക്കിക്കോ. പിന്നെ ഈ വീഡിയോ എടുത്തവന്മാര്, അത് മറ്റവന്മാരാന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവന്മാരിങ്ങ് വരട്ടെ, കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ, ഇനി നീ ആർക്കും ഇട്ട് ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഒരുത്തൻ ഉണ്ടാക്കിയതിനെ ഇപ്പൊ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ. മിണ്ടാതിരുന്നോളണം അവിടെ. അവൻ്റെ ഒരു നിനക്ക് ഈ എടുത്തുചാട്ടം കുറച്ച് കൂടുതലാട്ടോ. അത് നല്ലതിനല്ല. ജസ്റ്റ് ഇത് വല്ലതും അറിയുന്നുണ്ടോ ആവും. അവൻ അങ്ങനെ ഒരു ജീവി. ഡ്യൂട്ടി കിട്ടിക്കഴിഞ്ഞാൽ ഫോണും നോക്കത്തില്ല, ആരോടും മിണ്ടത്തുമില്ല, അതിന്റെ പുറകെ അങ്ങ് പോകും. ഈ എന്തൊരു സാധനമോ എന്തോ. ഫുഡ് കഴിച്ചോ ആവോ. അതെ, ഇവിടെ ആൽവി ആരാ? താഴെ ഒരാള് കാണാൻ വന്നിട്ടുണ്ട്. എന്നെ കാണാനോ? ആര് വരാൻ? മമ്മിയും പപ്പയും വരാന്ന് പറഞ്ഞില്ലല്ലോ, വിളിച്ചതുമില്ല. അപ്പൊ പിന്നെ എന്നെ കാണാൻ ആര് വരാനാ? എടാ ക്രിസ്റ്റി, ആരാടാ? എന്തായാലും അറിയാത്ത സ്ഥിതിക്ക് നീ ഒറ്റയ്ക്ക് പോണ്ട, ഞാനും വരാം. ബാ. അതെ മോനെ, എന്നെ കണ്ടിട്ട് കാഴ്ച വസ്തുവായിട്ട് തോന്നുന്നൊന്നുമില്ലല്ലോ. ആ, ഞാൻ ഇവിടത്തെ വാർഡനല്ലേ, ഇവനെ നോക്കാൻ എനിക്കറിയാം. നീ വരണമെന്നൊന്നുമില്ല, താഴെ ഞാനുണ്ടല്ലോ. എന്റെ മുമ്പേന്ന് വെച്ച് സംസാരിച്ചാൽ മതി. പിന്നെ വന്ന ആൾക്ക് നിന്നെ അറിയാന്ന് പറഞ്ഞോണ്ടാ വന്ന് വിളിച്ചത്. എന്റെ അനുവാദം അല്ലാതെ ബാക്കി രണ്ടെണ്ണം ഈ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയാ ആ കാല് ഞാൻ വിട്ടു, കേട്ടല്ലോ. ചുമ്മാ സമയം കളയാണ്ട് വരാൻ നോക്ക്. ഓ, ഇങ്ങനെ കൊണ്ട് എന്തൊരു ശല്യമാ എന്റെ കർത്താവേ. സാരില്ല ആൽവി, നീ ചെല്ല്. ഞങ്ങളെന്തായാലും മുറി നടക്കത്തില്ലല്ലോ. പിന്നെ അങ്ങേരുണ്ടല്ലോ, പേടിക്കണ്ട. നീ ഫോൺ കയ്യിലെടുത്തോ. അല്ല, ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. അങ്കിളെ, ആരാ കാണാൻ വന്നേ? ഇവിടെ ആരെയും കാണുന്നൊന്നുമില്ലല്ലോ. അത് മോനെ, വന്നത് നമ്മുടെ ജസ്റ്റിയാണേ. അപ്പൊ അവൻ പറഞ്ഞു റൂമിന്ന് ആരാ വന്നേന്ന് പറയണ്ടെന്ന്. അതുകൊണ്ടാ അവിടുന്ന് പറഞ്ഞത്തെ. അവനത് അങ്ങോട്ട് മാറി നിൽപ്പുണ്ട്. മോനെ അങ്ങോട്ട് ചെല്ല്, എന്തോ സംസാരിക്കണ്ടെന്നാ പറഞ്ഞ്. ജസ്റ്റിയോ? ആ, ഞാൻ പൊക്കോളാം. അല്ല, അപ്പൊ ഗേറ്റ് അടച്ചാൽ ഞാൻ എന്ത് ചെയ്യും? പേടിക്കണ്ട, ഗേറ്റ് അടച്ചാലും നീ വരുമ്പോ തുറന്നു തരാം. അങ്ങനെയാണ് ജസ്റ്റിസ് സാറിന്റെ ഓർഡർ. നമുക്ക് പിന്നെ പൈസ കിട്ടുന്നിടത്തോളം കാലം പ്രശ്നമൊന്നുമില്ല. നീ പൊക്കോ. ഹായ്, എന്തിനാ കാണാൻ വന്നേ? ശരി, കോളേജിൽ നിന്ന് ഭയങ്കര ഷോ ആയിരുന്നല്ലോ. അയ്യോ, ഇനി കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നിട്ട് കാണാൻ വന്നപ്പോ എന്തിനാ കാണാൻ വന്നേന്ന് ചോദിക്കുന്നു. അയ്യോ, അങ്ങനെയല്ല, പെട്ടെന്ന് കണ്ടപ്പോ ചോദിച്ചതാ. എന്ത് ചെയ്യാനാ? വെറുതെ നടക്കാനാ? നിന്റെ തീരുമാനം പോലെ. നടക്കുകയാണെങ്കിൽ നടക്കാം. ഇനി കാർ എടുക്കണമെങ്കിൽ എൻ്റെ കാർ അപ്പുറത്ത് കിടപ്പുണ്ട്, വേണേ കാർ എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നടക്കാം.
അയ്യോ ക്രിസ്റ്റിയ, ഞാനിപ്പോൾ എന്താ പറയുക? തൽക്കാലം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യ്. വേണമെങ്കിൽ ഇപ്പം തന്നെ തിരിച്ചു പോവാം, കുഴപ്പമില്ല. ആ ആ, വേണ്ട, തിരിച്ചൊന്നും പോണ്ട, ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം. ഹാ, അത് ഞാൻ ഓക്കെ ആക്കി. അല്ല, ജസ്റ്റിക്ക് എന്തു പറ്റി? താനെന്തെങ്ങനെ വേർക്കുന്നേ? ഒന്നുമില്ല, നീ നടന്നോ, ഞാനിപ്പോൾ വരാം. ജസ്റ്റി, കൺട്രോൾ മാൻ, എന്തുവാ? നാണം കെടുത്തല്ലോ. ഓക്കെ, ഐ എം ഓക്കെ. ആൽവി, ഐസ്ക്രീം വേണോ? വേണം. എനിക്ക് സ്ട്രോബെറിയുടെ മേടിച്ചു തരുമോ? ആൽവി, സൂക്ഷിച്ച്. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല, ഐ എം ഓക്കെ. ഹലോ, എന്താടാ? ആ, ഞാൻ വരുവാ, ഒരു 10 മിനിറ്റ്, ഞാനിപ്പോൾ എത്തും. ആടാ, ശരി, ജസ്റ്റ് പൊക്കോ, ഞാനിവിടുന്ന് പൊക്കോളാം. ബൈ, ഞാൻ പോവാം.